ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണ ഉണക്ക കൊഴുവ ചമ്മന്തി ആട്ടോ. ഇവിടെ മിക്കവാറും ഉണ്ടാക്കുന്ന സാധനമാണ് ഈ ഉണക്ക കൊഴുവ വെച്ചിട്ടുള്ള ചമ്മന്തി. അതുകൂടാതെ നന്ദനും കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, ചെമ്മീനും കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. ചെമ്മീൻ പിന്നെ ഇപ്പം അധികം ഉണ്ടാക്കാറില്ല, എനിക്ക് അലർജിയാണ്. ഇവിടെ ചേട്ടൻ കൂട്ടില്ല. അങ്ങനെ ആയതുകൊണ്ട് ചെമ്മീൻ ഞങ്ങളിപ്പോൾ അങ്ങനെ അധികം എടുക്കാറില്ല. പക്ഷേ കൊഴുവ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്, നന്ദനും കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതധികം പണികളൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ് ഉണക്കക്കൊഴുവ ചമ്മന്തി. അപ്പോൾ അത് ആദ്യം ഒന്ന് വറുത്തെടുക്കണം, അല്ലെങ്കിൽ പച്ചക്കിട്ട് അരക്കാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വെറുതെ എണ്ണയൊന്ന് ഒഴിക്കുകയേ വേണ്ട, വെറുതെ വറുത്താൽ മതി. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞ് ആറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു പാത്രത്തിട്ട് മാറ്റിയിട്ട് ആദ്യം തന്നെ നമുക്കത് പൊടിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി അരക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇതിനാവശ്യമുള്ളത് കുറച്ച് തേങ്ങയും വേണം കേട്ടോ. തേങ്ങ അതിന് മാത്രം തേങ്ങയൊന്നും വേണ്ട, കുറച്ച് തേങ്ങ മതി. തേങ്ങ, ചുവന്നുള്ളി, മുളക് പൊടി, വാളംപുളി, ഇത്രയും സാധനങ്ങൾ മതി. പുളി ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ ചമ്മന്തി അരക്കുമ്പോൾ മറ്റേ ചെമ്മീൻ ചമ്മന്തി അരക്കുമ്പോഴും പുളി ചേർക്കുമല്ലോ, പുളി ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ പുളി മസ്റ്റായിട്ടും ചേർക്കണം. പിന്നെ ഉപ്പുമൊക്കെ ഇട്ട് ഇതെല്ലാം കൂടി ഇട്ട് അടിച്ചിങ്ങ് എടുത്താൽ മതി. വേണമെങ്കിൽ കുറച്ച് വേപ്പില ഇടാം കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ അടുത്ത് വേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടില്ല. അപ്പോൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ചമ്മന്തി റെഡിയാകും. ഇതുകൂടി ചോറ് ഞാൻ നല്ല ടേസ്റ്റായിട്ട്, പ്രത്യേകിച്ച് കറിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണിത്, ഉണക്കമീൻ ചമ്മന്തി. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം കേട്ടോ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന്.